പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2022 അന്ന് ഉടമ്പടി എടുക്കാതെ ഞങ്ങൾ തിരിച്ചുപോയി. ഉടമ്പടിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും 6 വർഷമായിട്ട് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. 2023 തൊട്ട് ഞങ്ങളുടെ മകളെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമായിരുന്നു ഇറ്റലിയിലേക്ക്. പക്ഷേ പേപ്പർ വർക്കുകളെല്ലാം തടസ്സമായിരുന്നു. പിന്നെ 2023 തന്നെ ഇവക്ക് ഛർദി തുടങ്ങി, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇവിടുത്തെ വയനാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഛർദിക്ക് ഒരു മാറ്റം വന്നു, പക്ഷെ എല്ലാ മരുന്നുകളും അവൾക്ക് അലർജി ആവാൻ തുടങ്ങി. ആൻറ്റിബയോട്ടിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, പാരാസെറ്റമോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് ഭയങ്കരമായിട്ട് ശരീരം വീർക്കുമായിരുന്നു വന്നിട്ട്. അങ്ങനെ 2024 ജനുവരിയിൽ ഞാൻ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഓൺലൈനായാലും ഉടമ്പടി എടുത്തു. പിന്നെ ഇവർക്ക് അസുഖം കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു ജോയിൻറ്റ് തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുത്ത് അന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവളെ കൊണ്ടുപോകാൻ കണക്കാക്കിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും അവിടെ പേപ്പർ വർക്കുകളെല്ലാം ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അവർ ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ് തരണം. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ബ്ലോക്കായിപ്പോയപ്പോൾ അവർ പറഞ്ഞു ഇനി ഡോക്യുമെൻറ്റ് മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏപ്രിൽ ലാസ്റ്റിന് ഞാനും എൻ്റെ ഹസ്ബൻഡും തിരിച്ചു പോയി. ഇവിടെ നിന്ന് ഞാൻ ഇറ്റാലിയൻ പത്രവും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ജോലി ചെയ്യുന്നവിടുത്തെ എല്ലാവർക്കും ഞാൻ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്ന അവർ തന്നെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റും പേപ്പർ വർക്കുകളെന്ന് പറഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും അവരെനിക്ക് ചെയ്തു തന്നു. പക്ഷെ കിട്ടാൻ താമസം എടുത്തു. ഒക്ടോബർ ആദ്യമാണ് എനിക്ക് ഇവളെ വിസ അവിടെ നിന്ന് അടിച്ചു കിട്ടിയത്. ഞാൻ ഒക്ടോബർ ലാസ്റ്റ് നാട്ടിൽ വന്ന് നവംബർ 2 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ കണ്ടു ഇവക്ക് വേണ്ടിയിട്ട്. കാരണം അലർജി കാരണം പറഞ്ഞ അച്ഛനെ ഞാൻ കണ്ടു, പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് പോയി. അന്ന് ഇവിടുന്ന് വീട്ടിൽ ചെന്ന് പിന്നെ ഇവക്ക് പനിയും ഭയങ്കരമായിട്ട് കഫക്കെട്ടും തുടങ്ങി. അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ 2ാമതും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇനി ഡോക്ടറെ അടുത്ത് ഇവക്ക് അലർജി ഉണ്ടെന്ന് പറയാൻ നിൽക്കണ്ട, ഒരു മരുന്നിനും ഒന്നും പറയണ്ട, കാരണം അച്ഛനെ കണ്ട് നമ്മൾ വന്നതല്ലേ എന്ന് പറഞ്ഞു. അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് എഴുതി ഡോക്ടർ, അത് കൊടുത്തു, വീട്ടിൽ വന്ന് കൊടുത്തു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 2ാമത് പിന്നെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ആ ഡോക്ടറും ഇവക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. ഇപ്പോൾ ഒരു മരുന്നിനും ഒരു കുഴപ്പമില്ല, എല്ലാ മരുന്നും ഇവക്ക് കഴിക്കാം. ഇവിടെ കാലിന് ജന്മന ഒരു ചെറിയ വളവുണ്ടായിരുന്നു, അത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയതായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ഒരു കുറച്ച് മാസമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനന്ന് അച്ഛനോട് പറഞ്ഞായിരുന്നു. അതിനും അച്ഛൻ പ്രാർത്ഥിച്ചു. ഇപ്പം കാലിനും കുഴപ്പമില്ല. ഇപ്പം അവിടെ നിന്ന് വിസ അടിച്ച് കിട്ടി. ഇവിടെ വന്ന് ഇവിടുത്തെ അവിടെ പാസ്പോർട്ടിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഈ 22-ാം തീയതി ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുപോലെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത് ഈ പത്രം ഞാൻ ഇവിടെ എല്ലാവർക്കും ഞാൻ ബസ് സ്റ്റോപ്പിലും അതേപോലെ ബസ്സിലും ഞാൻ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഒരു കെട്ട് പത്രം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ബാഗിൽ വയ്ക്കും. അത്യാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് വയ്ക്കും, അമ്മ ഇതിന് അത്യാവശ്യമുള്ളവരെ നീ എനിക്ക് കാണിച്ചു തരണേ. ഞാൻ അങ്ങനെയുള്ളവർ തിരഞ്ഞാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞങ്ങൾ 3-4 പേര് കൂടി ഒന്നിച്ചു പോയി. അവർ കിടപ്പ് രോഗികളാണ് കൂടുതലും. അവരെ കുളിപ്പിച്ചു കൊടുക്കും, അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും, അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണവും ഞങ്ങൾ ഇടയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് പ്രാർത്ഥനയുടെ. അവർ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന രോഗികളുണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പം ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്ത് ആ രീതിയിൽ അവരെ ഞങ്ങൾ സഹായിക്കും. ഇതേപോലെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതേവരെ ഇത്രയും എല്ലാം ചെയ്തെന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.